ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഈ പ്രപഞ്ചത്തിലെ ഏത് പദാർത്ഥവും സുന്ദരവും സുഖപ്രദവും ആയി തീരണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നാം ഒന്ന് നിയന്ത്രണ വിധേയമാക്കേണ്ടതാണ്. മനസ്സിന് ചില അറിവുകൾ കൂടി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ മനസ്സിന് ഈ ദൃശ്യജാലങ്ങളിൽ സംതൃപ്തി കൈവരിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ദൃശ്യങ്ങളൊന്നും തന്നെ ശാശ്വതമല്ല. എന്നാൽ ഈ ദൃശ്യങ്ങളെയൊക്കെ കാണുന്നത് ഏതൊരു ശക്തിയാണോ അതിനെയുള്ള പേരാണ് ദൃക്ക് എന്ന് പറയുന്നത്. എന്നാൽ ജീവനാകുന്ന നാം ദൃശ്യത്തിൻ്റെ പിന്നാലെ പോയാൽ അവ കൈവരിക്കുന്നതിന് മുമ്പേ തന്നെ മഴവില്ല് പോലെ നാശത്തിന് വിധേയമാവുമ്പോൾ നാം ദുഃഖവിവശരാകുന്നു. എന്നാൽ ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന ദൃക്കിനെ അറിയുമ്പോൾ ദൃക്ക് ശാശ്വതമാണ്, സത്യമാണ്, ആനന്ദസ്വരൂപവുമാണ്. ആ പരമാനന്ദം കൂടി നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അതിനൊരു കവി പറയുകയാണ്: ദൃശ്യസംബന്ധമുള്ളപ്പോൾ ദുഃഖമാണേതു മർത്യനും, ദൃശ്യമൊടുങ്ങുമ്പോൾ സുഖം മാത്രം സ്ഫുരിച്ചിടും. അല്പമായ സുഖം ദൃശ്യ വസ്തുക്കളിൽ നിന്ന് നമുക്ക് ലഭിച്ചു എന്ന് വരാം. പക്ഷെ അത് നശിക്കുമ്പോൾ നാം ദുഃഖിക്കേണ്ടതായും വരുന്നു. അതിനാൽ ദൃശ്യങ്ങളുമായുള്ള സംബന്ധത്തെ ഒഴിവാക്കി ദൃക്കിനെ അറിയാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതാണ് പറയുന്നത്, ദൃശ്യസംബന്ധമുള്ളപ്പോൾ, ദൃശ്യങ്ങളുമായി നമുക്ക് ബന്ധമുള്ളപ്പോൾ ആ ദൃശ്യങ്ങൾ നമ്മെ നീരാളി പിടിച്ച് താഴ്ത്തുന്നത് പോലെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയാതെ അതിൽ മയങ്ങിപ്പോകുന്നു. അവയിൽ നിന്നാണ് നമുക്ക് സുഖവും ദുഃഖവും ഇഷ്ടവും അനിഷ്ടവും രാഗദ്വേഷങ്ങളും കാമക്രോധാദികളും എല്ലാം അതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നു. മനസ്സിന്ദ്രിയങ്ങളിൽ കൂടി ഈ വിഷയങ്ങളിലേക്ക് ഒഴുകുമ്പോഴാണ് നമുക്ക് ദ്വന്ദ്ങ്ങൾ ഉണ്ടാവുന്നത്. സുഖമുണ്ടെങ്കിൽ ദുഃഖവുമുണ്ട്, രാത്രിയുണ്ടെങ്കിൽ പകലുമുണ്ട്, വിജയമുണ്ടെങ്കിൽ പരാജയവുമുണ്ട്. അപ്രകാരം തെറ്റുണ്ടെങ്കിൽ ശരിയുണ്ട്, സത്യമുണ്ടെങ്കിൽ അസത്യമുണ്ട്. ഇപ്രകാരം ദ്വന്ദ്ഭാവന കൊണ്ട് നിറഞ്ഞതാണ് ദൃശ്യങ്ങൾ എല്ലാം തന്നെ. നമ്മെ ഇവ ഭ്രമിപ്പിക്കുകയാണ്. ഒരു സുഖം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ സുഖത്തെ വിട്ടുകൊടുക്കാൻ അത് ഒഴിവാകുന്നത് ഇഷ്ടമല്ലാത്തതിന് ലോഭം എന്ന് പറയുന്നു. സുഖം കിട്ടണം എന്ന തോന്നലിന് കാമവും. എന്നാൽ ഈ സുഖത്തിന് വിരുദ്ധമായി ആര് പ്രവർത്തിക്കുന്നുവോ അവരോട് തോന്നുന്ന വികാരത്തിനാണ് ക്രോധം എന്ന് പറയുന്നത്. അപ്പോൾ കാമവും ക്രോധവും ലോഭവും, ലോഭം എന്ന് പറഞ്ഞാൽ കിട്ടിയ സുഖം നമുക്ക് നഷ്ടപ്പെടുന്നത് ഇഷ്ടമല്ല. ഈ അവസ്ഥ ലോഭം എന്ന് പറയാം. അപ്പോൾ കാമവും ക്രോധവും ലോഭവും ഇത് മൂന്നുമാണ് ഒരു മനുഷ്യനെ ദുഃഖമാകുന്ന കയത്തിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. നരകത്തിലേക്കുള്ള 3 വാതിലുകളാണ് കാമവും ക്രോധവും ലോഭവും. ഈ 3 വാതിലുകൾ എപ്പോഴും തുറന്നാണിരിക്കുന്നത്. അതിനെ നാം അടച്ച് ആ സ്ഥാനത്ത് നമുക്ക് സ്നേഹം, ദയ, കാരുണ്യം, പരോപകാരം, അഹിംസ മുതലായ വാതിലുകൾ തുറക്കപ്പെടും. ഇതടച്ചാൽ മറ്റേ വാതിലുകൾ തനിയേ തുറക്കും. 3 വാതിലുകൾ അടച്ചു കഴിയുമ്പോൾ പിന്നെ നല്ല ചിന്തകളാകുന്ന അനേക വാതിലുകൾ സ്വാഭാവികമായും തുറക്കപ്പെടുന്നതാണ്. അതിനാൽ ദൃശ്യസംബന്ധമുള്ളപ്പോൾ ദുഃഖമാണേതു മർത്യനും. ഏതു മനുഷ്യനും അത് തന്നെയാണ് സ്വഭാവം. ദൃശ്യമൊടുങ്ങുമ്പോൾ സുഖം മാത്രം സ്ഫുരിച്ചിടും. ആ ദൃശ്യങ്ങളുടെ പിന്നാലെ പോകാതിരുന്നാൽ ദൃശ്യം ഇല്ലാതെയാകും. അവയിൽ നമുക്ക്
ബന്ധവും ഇല്ലാതെയാകുമ്പോൾ നമ്മുടെ മനസ്സ് സുഖസ്വരൂപമായി മാറും. അപ്പോൾ സുഖം മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. സംബന്ധമുള്ളപ്പോൾ ദുഃഖമാണേതു മർത്യനും. ദൃശ്യമൊടുങ്ങുമ്പോൾ സുഖം മാത്രം സ്ഫുരിച്ചിടും.